രാഹുൽ മാങ്കൂട്ടത്തിലും ആ പെൺകുട്ടിയും കൂടെ സംസാരിക്കുന്നു. ആ പെൺകുട്ടി അവർ തമ്മിൽ റിലേഷൻ ആയിരിക്കാം, മറ്റു കാര്യങ്ങളായിരിക്കാം. ആ സ്വകാര്യ സംഭാഷണം വെട്ടിമുറിച്ച് വെളിയിലേക്കിട്ട് മനഃപൂർവ്വം ആ വ്യക്തിയെ ടാർഗറ്റ് ചെയ്തതാണെന്നുള്ളത് ഇന്ന് വ്യക്തമല്ലേ? എല്ലാ ബഹുമാനത്തോടെ എല്ലാ മാധ്യമപ്രവർത്തകരും ചോദിക്കട്ടെ, മൂന്നാമത്തെ പരാതി വന്നപ്പോ ആ കുട്ടി ഭ്രൂണം സൂക്ഷിച്ചു വെച്ചു ഒരു ഇതുണ്ടായിരുന്നു. എവിടെ ഭ്രൂണം? കള്ളം പറയുന്നതിനൊക്കെ എന്തെങ്കിലും ഒരു ഭയം വേണ്ടേ? ആ കുട്ടിയുടെ കാര്യത്തിലാണ് പറയണം കേട്ടോ. ഞാൻ ആ ഭ്രൂണം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ പെൺകുട്ടി ഒന്ന് കല്യാണം കഴിച്ച കുട്ടിയാണ്, ഞാൻ മോറലിസ്റ്റിക് ആയിട്ട് പറയല്ല, കല്യാണം കഴിച്ച കുട്ടിയാണ്. അതിനുശേഷം സുപ്രീം കോടതിയിൽ ഒരു വിധി വന്നു, കല്യാണം കഴിച്ച ഒരു സ്ത്രീക്കോ പുരുഷനോ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയാൻ കഴിയില്ല. അത് സുപ്രീം കോടതിയുടെ വിധിയും കൂടെ വരികയുണ്ടായി. രണ്ട്, റേപ്പ് ചെയ്ത ഏതെങ്കിലും ഒരു പുരുഷന് ഒരാഴ്ചക്ക് ശേഷം 10,000 രൂപ അയച്ചു കൊടുക്കുമാരെങ്കിലും. റേപ്പ് ചെയ്ത പുരുഷന് റേപ്പ് ചെയ്തു എന്ന് പറയുന്ന ദിവസത്തിന് ഒരാഴ്ച കഴിഞ്ഞ് 10,000 രൂപ വിഷുക്കൈ നീട്ടം അയച്ചു കൊടുക്കുക, ബാക്കി കാര്യങ്ങൾ ചെയ്യും. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാലേ മാധ്യമങ്ങളെയും ദുരുപയോഗം ചെയ്യുകയാണ്. അതായത് ഒരു പെൺകുട്ടിക്ക്, ഈ പെൺകുട്ടിക്ക് സമൂഹം ഇവളുടെ പരാതി സീരിയസ് ആയിട്ട് എടുക്കാമെന്ന് അറിയുന്നത് പോലെ നിങ്ങൾ മീഡിയക്കാർ ഔട്ട് ഓഫ് ഗുഡ് വിൽ ആൻഡ് ഗുഡ് കൺസേൺ ആ സ്ത്രീ പരാതി സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് അറിയാം. അവർ രാഷ്ട്രീയപരമായി ദുരുപയോഗം ചെയ്തതല്ല. നമ്മൾ എന്തിനാ അങ്ങനെ ആണുങ്ങളുടെ ജീവിതം തകർക്കാൻ കൂട്ടുപിടിക്കുന്നത്? ഏതെങ്കിലും കോടതി, രാഹുൽ ഈശ്വറിന് ഞാൻ പറഞ്ഞ അതേ നിലപാടുകളല്ലേ ഈ 3 കോടതിയും പറഞ്ഞത്? ഹൈക്കോടതി അടക്കം കൺസെന്റോടുകൂടി അങ്ങനെ പോയി. ഇനി രണ്ട്, നിങ്ങൾ എല്ലാം കേട്ട് കാണണം, മാസങ്ങളോളം പീഡിപ്പിച്ചു, വർഷങ്ങളോളം പീഡിപ്പിച്ചു. അത് എന്തൊരു പീഡനമാണ്, അതെന്താ സാധനം? എങ്ങനെയാണ് ഒരാൾക്ക് വേറൊരാളെ ഒരു പ്രാവശ്യം തീർച്ചയായും പീഡിപ്പിക്കാൻ സാധ്യതയുണ്ട്, റേപ്പിന് സാധ്യത. എങ്ങനെയാണ് വർഷങ്ങളോളം ഒരാളെ പീഡിപ്പിക്കാൻ കഴിയും? 18 വയസ്സ് കഴിഞ്ഞ പ്രായപൂർത്തിയായാൽ, അതും കല്യാണം കഴിഞ്ഞത്, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. എത്ര പേരുടെ ലൈഫാണ് സിനിമാ മേഖലയിൽ. ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിൽ ഞങ്ങൾ ഇതെല്ലാം പേഴ്സണലി ഇടപെടുകയും പലരുടെയും പേഴ്സണലി അറിയാവുന്നതുകൊണ്ടാണ്. ഈ ഇതിലും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഹേമ കമ്മിറ്റിയിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ കേരള ഹൈക്കോടതി പറഞ്ഞത് അക്യൂസ്ഡ് ഓൾസോ ഹാസ് എ റൈറ്റ് ടു പ്രിവസി. ആരോപിതനും ഒരു റൈറ്റ് ടു പ്രിവസി ഉണ്ട്. ആ ആരോപിതനും സ്വകാര്യതയുണ്ട്. അവനെ കുറ്റക്കാരനാണെന്ന് കാണുന്നത് വരെ അവന്റെ ഐഡന്റിറ്റി വെളിയിലാക്കരുതെന്ന് കേരള ഹൈക്കോടതിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വിധി നൽകിയത്. നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന 2-3 കാര്യങ്ങളേ ഉള്ളൂ മാധ്യമങ്ങളോട്. ഒന്ന്, എടുത്തു ചാടരുത്. പുരുഷനും ജീവിതമുണ്ട്, അവനും അച്ഛനും അമ്മയും മക്കളും സുഹൃത്തുക്കളും എല്ലാം ഉണ്ട്. അവനെയും കൂടെ സെൻസിറ്റീവായി കരുതണം, ഐഡന്റിറ്റി വെളിവിടരുത്. 2, നിർബന്ധമായിട്ടും പുരുഷ കമ്മീഷനൊന്നും വന്നില്ലെങ്കിൽ ഒരുപാട് പേര് പെട്ടുപോകും. ഞാൻ ജയിലിൽ കിടന്നപ്പോൾ തന്നെ എന്റെ കൂടുള്ള 7-8 പേർ ഇതുപോലെ വ്യാജ ബോക്സ് പോയി കിടക്കുന്നതാണ്. പോലീസുകാരോട് പറയുമ്പോൾ അവർക്കും അറിയാം, നമുക്കും അറിയാം വ്യാജ ബോക്സ് പറഞ്ഞു, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? കോടതി പോകുമ്പോൾ കോടതി എന്ത് പറയാൻ അറിയോ? പെൺകുട്ടിയുടെ മൊഴി അങ്ങനെയാണ്. അതുകൊണ്ട് വേറെ ഒരു തെളിവും വേണ്ടേ? വേറെ എന്തെങ്കിലും ഉപോത്കലമായ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് വേണ്ടേ? ഇല്ലെങ്കിൽ ഈസി ആയിട്ട് കുടുക്കിക്കൂടി. ഈ ഒരു അവസ്ഥ ബാക്കി ഒരാൾക്ക് വരുമ്പോൾ നമുക്ക് ബൗദ്ധികമായ ഡിബേറ്റോ ചിരിയോ ഒക്കെയാണ്. നമുക്കിത് ഒരു നിമിഷത്തേക്ക് വന്ന് ആലോചിച്ചു. ഒരു കാര്യം ചോദിക്കട്ടെ, അതായത് ഇപ്പൊ വനിതാ കമ്മീഷൻ മുന്നിൽ നിൽക്കുന്ന ഒരു കേസ്